വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ ചാനലാണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അയക്കുന്ന ഓരോ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുതിയ വീഡിയോയിലേക്ക്. വരാഹി മന്ത്രം ചൊല്ലുന്നവരും അതുപോലെ തന്നെ വരാഹി ദേവിയുടെ ഒരുപാട് ഭക്തരുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ എല്ലാവരുടെയും ഇത് ലാസ്റ്റ് വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്തവരെ എല്ലാവരുടെ പേരും ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വിഷമിക്കേണ്ട കേട്ടോ. എല്ലാവർക്കും എല്ലാത്തിനും ഒരു നല്ല സമയം വരും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളൊക്കെ മാറി എല്ലാവരും നന്നായിരിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ നമ്മൾ അതിനെ തരണം ചെയ്യുമെന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഓരോ വ്യത്യസ്തമായ രീതിയിലായിരിക്കാം ഓരോ ദുഃഖങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥകൾ വന്നു ചേരുന്നത്. അത് പല രീതിയിലായിരിക്കാം. അപ്പോൾ അത് ശരിക്കും ഒരു താങ്ങാൻ നമുക്ക് ഭയങ്കര വിഷമമുള്ള അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുമെന്ന് ചില സമയത്ത് ഒരു ആബ്സെൻറ്റ് മൈൻഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് നേരിടണം എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നില്ല. ചിലരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വരെ തോന്നിപ്പോകുന്ന ഘട്ടങ്ങൾ വരാം അല്ലേ. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമുക്ക് തന്നേക്കുന്ന ഈ ഒരു ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല രീതിയിലാണ് ഓരോ ആളുകൾക്കും വിഷമങ്ങൾ വന്നു ചേരുന്നത്. അല്ലെങ്കിൽ സന്തോഷമുണ്ട്, പക്ഷെ എന്നാലും അതിലേറെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അവരെങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യണമെന്ന് പലരും പല രീതിയിലായിരിക്കും. ചിലരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരുപാട് മരണങ്ങൾ, അതായത് സൂയിസൈഡൊക്കെ ഉണ്ടാവുന്നത്. മാക്സിമം നമ്മൾ ദൈവവിശ്വാസം, അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം നമ്മൾ ചിലർ പറയും ദൈവത്തെ ആരാധിച്ചിട്ടൊരു കാര്യമില്ല, കാര്യം നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടാത്ത നമുക്ക് എന്തിനാ ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞ് ലൈഫ് അവസാനിപ്പിക്കുന്നവരുണ്ട് അല്ലേ. അല്ലേ, ഞാൻ പറയുന്നതിൽ എത്ര ശരിയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. പക്ഷേ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാവട്ടെ, കല്യാണം കഴിയാത്തവരായാലും ഓക്കെ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരു ഫാമിലി, ഇനി അവർക്കും ലൈഫ് ഇനിയുണ്ട്. അപ്പോൾ അവർക്കും ഇനിയൊരു ഫാമിലിയൊക്കെ ഉണ്ടാവേണ്ടതാണ്. അവരുടെ പഠിത്തം, അവരുടെ തൊഴിൽ, അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളും കൂടെ വിചാരിച്ചാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ എടുക്കുന്നത് എത്രത്തോളം ആരെയൊക്കെ ബാധിക്കും എന്നുള്ളത് ചിന്തിക്കുക. ഒന്ന്. രണ്ടാമത്തെ, സിംഗിളായിട്ടുള്ളവരാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബുദ്ധിമോശമാണ് ചെയ്തിട്ടുണ്ടാവുക മേ ബി. അല്ലെങ്കിൽ ചിലപ്പോൾ അവരത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ നിന്നായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു വേദന ഉണ്ടായത്. ചിലപ്പോൾ അത് എന്ന് കരുതി നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ ഒന്നും ആയിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ജീവിതം അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയൊരു നല്ലത് വരുമോ എന്നുള്ളത് പോലും നിങ്ങൾ നോക്കാതെയാണ് നിങ്ങളത് ചെയ്തത്. അത് വലിയൊരു അബദ്ധം തന്നെയാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. കാര്യം നമ്മൾ മാക്സിമം നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മൾ മാക്സിമം അതിനെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ശക്തി നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. വരാഹി ദേവി ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഞാനടക്കം ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പം ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ദേവിയെ ആരാധിക്കുക, ദേവിയോട് നമ്മളെ വിഷമങ്ങൾ പറയുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മാക്സിമം നമ്മുടെ സ്ട്രെസ്സ് മാറ്റേണ്ടത്. ഉറപ്പായിട്ടും നമ്മളൊരു വെറുതെ അല്ലല്ലോ ഒരാളോട് പറയും. നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെയാണ് നമ്മൾ ദേവിയെ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം
ദേവിയോട് പറയുക നമ്മുടെ വിഷമം ഇങ്ങനെയാണ് എന്നുള്ളത് ബോധിപ്പിക്കുക. ദേവിയോട് ചുമ്മാ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നിത്യവും വാരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ, എല്ലാ ദിവസവും പോകാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ചൊവ്വയും വെള്ളിയും പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക. അപ്പോൾ നമുക്കതിന് ഒത്തിരി സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ ദൈവത്തെ എത്ര മുറുകെ പിടിക്കുന്നുവോ അതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ ദേവി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഇങ്ങനെ ഒരു ബുദ്ധിമോശമൊന്നും ആരും ചെയ്യാതിരിക്കട്ടെ. കാര്യം നമ്മുടെ വിഷമങ്ങൾ എപ്പോഴും നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്ക് എന്താണോ ഇഷ്ടപ്പെടുന്ന കാര്യം അത് ചെയ്യുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെ സന്തോഷമായിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. മാക്സിമം നമ്മൾ റിലാക്സ്ഡ് ആവുക. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഒരു മെഡിറ്റേഷൻ ആവാം അല്ലേ? നമുക്ക് എന്താണോ ഇഷ്ടം, ഇപ്പം മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ബുക്ക് വായന അല്ലേ, പുസ്തക വായന ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മാക്സിമം സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു ബുദ്ധിമോശം ആരും ചെയ്യരുത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വാരാഹിയുടെ മന്ത്രം എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ മന്ത്രമാണ്. വാരാഹി അമ്മയുടെ മന്ത്രം ജപിക്കാനായിട്ട് പ്രത്യേക സമയങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏതാണോ ടൈം, ആ ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മന്ത്രം ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ദേവിയെ ആരാധിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദേവിയുടെ ദേവിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് കാര്യമാണോ സാധിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സാധിച്ചു കിട്ടുന്നതാണ്. അതിന് മെയിനായിട്ടും ഈ ഒരു മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ശത്രുദോഷം, അതുപോലെ കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ശക്തിയും, അതുപോലെ നല്ല രീതിയിൽ വളർന്നു വരാൻ, അതുപോലെ തൊഴിൽ ലഭ്യത, അതായത് ഇപ്പോൾ എക്സാമൊക്കെ പാസ്സായി നിൽക്കുന്നവരും ഉണ്ടാവും, പാസ്സാവാത്തവരും ഉണ്ടാവും, എന്നാൽ ഒരുപാട് ശ്രമിച്ചിട്ടും കിട്ടാതെ വരുന്ന അവസ്ഥ. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു ശക്തിയേറിയ ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾ 21 ദിവസം 21 തവണ ജപിക്കേണ്ടതാണ്. ഇനി ഒരു കാര്യം, നിങ്ങൾക്ക് സമയം, അതായത് നിങ്ങൾക്കിപ്പോൾ ജോലി ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അതിനൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മൊബൈൽ എന്തായാലും എടുക്കുമല്ലോ അല്ലേ? ആ ഒരു മൊബൈൽ എടുക്കുന്ന സമയം മതി നിങ്ങൾക്ക് ദേവിക്ക് ഒരു 5 മിനിറ്റ് സമയം മതി ദേവിക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ട് അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതിലെ ഓരോ വീഡിയോസും ഓരോ മന്ത്രജപമാണ്, വാരാഹി ദേവിയുടെ ഓരോ മന്ത്രജപമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മുഴുവനും കണ്ട ശേഷം അതിൻ്റെ കൂടെ തന്നെ ആദ്യം കണ്ണടച്ച് ദേവിയെ മനസ്സിൽ വിചാരിച്ച് മാത്രം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. എപ്പോഴും നല്ലത് മാത്രം വിചാരിച്ച് നല്ലത് മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് പുതിയ മന്ത്രം ഏതാണെന്ന് നോക്കാം. കൂടെ ചൊല്ലണം കേട്ടോ. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഈ വീഡിയോയിലും എല്ലാവരുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ആർക്കൊക്കെയാണ് ഈ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നത് ആ കാര്യസഹിതം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറപ്പായിട്ടും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നക്ഷത്രം ചിലർ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ നക്ഷത്രം കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കണം അയക്കേണ്ടത് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ആവാതെ കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ മന്ത്രജപം ഏതാണെന്ന് പറയാം. ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ കറക്റ്റ് ജപിക്കുക. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം
സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ.
സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. ഓം സമ്പത്പ്രദായേ നമഃ. സോ എല്ലാവരും പ്രാർത്ഥിക്കണം. ആൻഡ് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുട്ടൂസ് പൊന്നൂസ് എന്ന് പറയുന്ന മക്കളുടെ പുതിയൊരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ കുട്ടൂസ് പൊന്നൂസും നിങ്ങൾ സെർച്ച് ചെയ്താലും മതിയാവും. സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളുടെ ചാനലാണ്. എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.